മനോഹരമായ കവികൾ മെനഞ്ഞ കാവ്യങ്ങളുള്ളപ്പോ, പാട്ടുകളുള്ളപ്പോ നമ്മൾ ഇനി വേറൊരു ലഹരി തേടി പോകുന്നതിന്റെ അനർത്ഥത മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെ പോലെ മധ്യവയസ്സ് കഴിയണം എന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ ആയിരിക്കും വിമുക്തി മിഷനൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചും അല്ലെ? അല്ല, അതിന്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമുക്ക് ഈ സംഗീതമൊക്കെയാണ് നമുക്കൊരു ലഹരിയായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങൾ ആർക്കും ഒന്നിനും സമയം തികയാത്ത, അതേസമയത്ത് എല്ലാറ്റിനും സമയമുള്ള ഒരു കാലഘട്ടത്തിൽ, അതായത് ജീവിക്കുന്നതിന്റെ തൊട്ടു മുമ്പിൽ കാണാതെ ദൂരേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന, അകലങ്ങളിലേക്ക് കണ്ണു നട്ടാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം ചെയ്യാനുള്ളത്, അതിന്റെ അടുത്ത വർഷം, എന്താ പറയാ, മകൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏത് കല്യാണ മണ്ഡപത്തിൽ ഇത് ചെയ്യണം, ഏത് രാജ്യത്തെ അയച്ച് പഠിപ്പിക്കണം എന്ന് അങ്ങനെയുള്ള ഒരു സ്വപ്നങ്ങൾക്കിടെ ഇടയിൽ യാഥാർത്ഥ്യങ്ങൾ ചാടിക്കടക്കാൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും ആ ചാട്ടം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണം എന്നില്ല എന്നുള്ളതാണ്. അപ്പൊ വേറെന്താണ് ബിന്ദു ഈ ഇതുമായിട്ട് സമീർ ഭായി അടുത്ത് വേറെന്താണ് ചോദിക്കാൻ തോന്നുന്ന കാര്യം? ഞാൻ ഓർത്ത വേറൊരു കാര്യം, ഇപ്പോ ഈ പറഞ്ഞ പോലെ രക്ഷകർത്താക്കളുടെ, ഞാൻ ഈ രക്ഷകർത്തൃ ഭാഗത്ത് നിൽക്കുകയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇതിനകം തന്നെ നമുക്ക് ഇതിന് മെസ്സേജസ് വന്നെന്ന് തോന്നുന്നു. താങ്കളുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന പലരും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോ ശരിക്കും ഈ വളരെ പ്രത്യേകതയുള്ള ഈ തലമുറയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള, അവർക്കെല്ലാം പരസ്യമാണ്, അവർക്ക് രഹസ്യങ്ങളൊന്നുമില്ല. പുതിയ തലമുറയ്ക്ക് രഹസ്യങ്ങളോട് വലിയ പ്രതിപത്തിയില്ല, വിശ്വാസം ഇല്ല, അവർക്കെല്ലാം വളരെ ഓപ്പൺ ആണ്. പക്ഷേ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ രഹസ്യത്തിന്റെ ആൾക്കാരാണ്. അവരുടെ വീട്ടിൽ അവരുടെ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് എന്നൊരു പക്ഷെ അവർ കണ്ടെത്തിയാലോ, അഥവാ മറ്റൊരാൾ പറഞ്ഞാൽ പോലും അതങ്ങനെയാണോ, ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറയുന്നത്, എന്റെ കുഞ്ഞ് അങ്ങനെ അല്ല, അവൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ദുസ്വഭാവങ്ങളും ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് തടി തപ്പാനുള്ള ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു പ്രശ്നം, ഈ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന രീതിയിലുള്ള കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വിമുക്തി മിഷൻ എന്താണ് ചെയ്യുന്നത്, അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. തീർച്ചയായിട്ടും വിധുവേടം പറഞ്ഞതുപോലെ ഇന്നിപ്പോ ഞാൻ രാവിലെ മട്ടന്നൂര് പഴശ്ശി, നമ്മുടെ ശിവപുരത്തിന് തൊട്ടപ്പുറത്തുള്ള സെന്റ് തോമസ് കോളേജിലായിരുന്നു പ്രോഗ്രാം, വിമുക്തിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ അവിടെ ക്ലാസ് കഴിഞ്ഞ് 1 മണിക്കൂറിന്റെ 2 സെഷൻ, 2 ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എന്റെ അടുത്ത് ഒരു കുട്ടി വന്ന് പറഞ്ഞു, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ, അതായത് അവൻ പറയാൻ ആഗ്രഹിക്കുന്ന, ഒരുപക്ഷെ അവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട് അവൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അവന് തോന്നി പറഞ്ഞാൽ ഞാനൊരു ശ്രോതാവും, കേട്ടിരിക്കും. തീർച്ചയായിട്ടും അവൻ രഹസ്യമായിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. സാർ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് സാർ, ഇന്ന ഭാഗത്തുണ്ട് എന്ന് പറയും. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കണം എന്ന ചിന്താഗതി പല കുട്ടികളുടെയും പല രക്ഷിതാക്കന്മാരുടെയും മനസ്സിലുണ്ടെങ്കിലും ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓപ്പണായിട്ട് പറയാനുള്ള ഒരു യോഗ്യത, ഞാനായി പറഞ്ഞുകൊണ്ട് എന്തിനാണ് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നത് എന്ന് കരുതി നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. കാരണം ലഹരിയുടെ വിഷയത്തിൽ നമുക്ക് അങ്ങനെ മാറി നിൽക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോ ചൈനയിൽ കോവിഡ് വന്നപ്പോ 2019 ഡിസംബർ ഒടുവിൽ വന്നപ്പോ നമ്മൾ പറഞ്ഞത് അതങ്ങ് ചൈനയിലല്ലേ, അത് സാംസ്കാരിക പൈതൃക മൂല്യമുള്ള തൃശ്ശൂരിന്റെ മണ്ണിലെത്തിയപ്പോ അതങ്ങ് തൃശ്ശൂരിലല്ലേ, തലശ്ശേരി ടൗണിലെത്തിയപ്പോ അതങ്ങ് തലശ്ശേരിയിലല്ലേ, ഇവിടെ എത്തിയിട്ടില്ലല്ലോ ധർമ്മടം എന്ന് ആശ്വസിച്ചു. ഒടുവിൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചുമക്കാൻ തുടങ്ങിയപ്പോഴാണ് ചൈനയിൽ പണ്ട് കണ്ട സാധനം വീട്ടിന്റെ ഉള്ളിൽ എത്തിയെന്ന് നമുക്ക് മനസ്സിലായി. ഇത് തന്നെയാണ് ലഹരിയുടെ കാര്യത്തിൽ. ലഹരിയുടെ കാര്യത്തിൽ പല രക്ഷിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഓവർ കോൺഫിഡൻസ് ആണ്. ഞാൻ അവരെ കുറ്റപ്പെടുന്നതല്ല. ഇപ്പൊ മാഡം സൂചിപ്പിച്ചതുപോലെ അവർ പറയും, അയ്യോ സാറേ എന്റെ മകനായിരിക്കില്ല, അവന്റെ കൂട്ടുകാരനായിരിക്കും, അപ്പുറത്തെ വീട്ടിലായിരിക്കും. രക്ഷിതാക്കന്മാർക്കിടയിൽ ഈ ഓവർ കോൺഫിഡൻസ് ഉണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ വർത്തമാന കാലത്ത് അത് കേരളത്തിൽ അടക്കമായി കഴിഞ്ഞാലും അവൻ സഞ്ചരിക്കുന്ന പാതകളൊക്കെ മുള്ളുകൾ നിറഞ്ഞ വഴികളിലൂടെ തന്നെ സഞ്ചരിക്കുന്നു. അവിടെയാണ് നമ്മുടെ അസീസ് ഭായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആദിമ മനുഷ്യനെ കുറിച്ച് പറഞ്ഞതുപോലെ, വിഷക്കായികൾ നിറഞ്ഞ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ശുഭാപ്തി വിശ്വാസിയായ മനുഷ്യൻ അവനവന്റെ ഭക്ഷ്യയോഗ്യമായ ഫലങ്ങൾ, കായ്കൾ മാത്രം തിരഞ്ഞെടുത്ത് അവന്റെ യാത്ര പൂർത്തീകരിക്കുമെന്നും അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ബോധവൽക്കരണം. സ്വാഭാവികമായിട്ടും രക്ഷിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കൗൺസിലിംഗ് പറയാറുണ്ട്, ഇപ്പൊ ഫോൺ വിളിക്കാറുണ്ട്. പല രക്ഷിതാക്കന്മാരും ഫോൺ വിളിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ തിരക്കി. ഇങ്ങനെ മൊബൈൽ ഫോൺ അഡിക്ഷൻ, അവൻ മൊബൈൽ ഫോൺ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അവൻ ഉറക്കത്തിന്റെ പ്രശ്നമുണ്ട്,
വാതിലടച്ചുകൊണ്ട് കൂട്ടിയിട്ട് പഠിക്കുന്നു. പക്ഷെ എനിക്ക് എന്തോ ഒരു പേടി സാറേ, അവന് അല്പം ഷാഠ്യം ഉണ്ടാവുന്നു, അവൻ വല്ലാത്തൊരു വൈകിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ട് നമ്മുടെ തലമുറയിലൊക്കെ ഒരുപക്ഷെ വൈകുന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്ന് ചായ കുടിച്ച് നേരെ കളിക്കാൻ പോയി കഴിഞ്ഞാല് വീട്ടിൽ വിളക്ക് വെക്കുന്നതിന് മുന്നേ, സന്ധ്യാവിളക്ക് വെക്കുന്നതിന് മുന്നേ നമ്മൾ അടങ്ങാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ മുൻവാതിലൂടെ കയറൂല. അച്ഛനോടുള്ള സ്നേഹത്തോടുള്ള ബഹുമാനത്തിന്റെ ആ പേടിയാണ്. അടുക്കള വാതിലൂടെ കയറിയിട്ട് അമ്മയുടെ കോന്തല പിടിച്ച് മാറി മാറി നിൽക്കുന്ന ഒരു ബാല്യ കൗമാരത്തിലൂടെ കടന്നുപോയവരാണ് ഞാനും നിങ്ങളൊക്കെ. പക്ഷെ ഇന്ന് മേഡം സൂചിപ്പിച്ചതുപോലെ കുട്ടികളൊക്കെ ടൗണുകളിൽ, പട്ടണങ്ങളിലൊക്കെയാണ് 6 മണിക്കും 8 മണിക്കും 10 മണിക്കും 12 മണിക്കൊക്കെ നൂല് പൊട്ടിയ പട്ടം പോലെ കറങ്ങി നടക്കുകയാണ്. എവിടെയാണ് ഇതിന്റെ കടിഞ്ഞാൻ പൊട്ടിപ്പോയത്? ആകാശത്തേക്ക് പറക്കുന്ന പട്ടത്തിന്റെ നൂല് രക്ഷിതാക്കന്മാരുടെ കയ്യിൽ തന്നെ വേണ്ടത്. പക്ഷേ ഇപ്പോ മേഡം ഇവിടെ സൂചിപ്പിച്ചതുപോലെ രക്ഷിതാക്കളെ അനുസരിക്കുന്ന മക്കൾ എന്നതിനപ്പുറത്തേക്ക് പോയി മക്കളെ അനുസരിക്കുന്ന രക്ഷിതാക്കൾ എന്ന രീതിയിലേക്ക് പലപ്പോഴും വഴിമാറിപ്പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കുണ്ട് എന്ന് പറയാൻ സാധിക്കേണ്ടി വരും, തല കുനിച്ചു കൊടുക്കേണ്ടി വരും. ഇവിടെ വിഷയങ്ങൾ മുളയിലെ നുള്ളിക്കളയുക. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ തെറ്റ്, അവനെ ശകാരിക്കുന്നതിന് പകരം അവനെ നമ്മൾ ശകാരിക്കുമ്പോൾ അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ തന്നെയാണ് വിമുക്തി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. സ്കൂളുകളിൽ നമ്മുടെ ലഹരി വിരുദ്ധ ക്ലബിന്റെ ചുമതലയുള്ള അധ്യാപകരുണ്ട്. അവിടെ അധ്യാപകരുമായിട്ട് നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സ്കൂളിന്റെ സ്പന്ദനങ്ങൾ, പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങളൊക്കെ അറിയും. അങ്ങനെ കൗൺസിലിംഗ് ആവശ്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ പരസ്യമായിട്ട് ഒന്നും വേണ്ട, വളരെ രഹസ്യമായിട്ട് മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ്. അവരുടെ രക്ഷിതാക്കന്മാരെ നേരിട്ട് വീട്ടിലാണെങ്കിൽ അവർക്ക് പറയുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ ബോധവൽക്കരണത്തിൽ കൗൺസിലിംഗ് മികച്ച രീതിയിൽ നൽകിയിട്ട് പേടിക്കാനൊന്നുമില്ല, നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ നൊന്ത് പ്രസവിച്ചപ്പോൾ നിങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച മക്കളെ അതുപോലെ നിങ്ങളുടെ കൈകൾ തരൂ, നിങ്ങൾ അതുപോലെ ചേർത്ത് പിടിക്കണം. അച്ഛന്റെയും അമ്മയുടെ തണൽ, അച്ഛനും അമ്മയും കൊണ്ട് ആ തണൽ അല്ലെങ്കിൽ വെയിലാണ് മക്കൾ ഇന്ന് അനുഭവിക്കുന്നത് പറയുന്ന പോലെ ആ മക്കളെ അവിടെ കൈകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബോധവൽക്കരണം, കൗൺസിലിംഗ് മികച്ച രീതിയിൽ നടക്കുന്നു. പല പല മാറ്റങ്ങളും അതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ തലശ്ശേരിയിൽ വെച്ചുള്ള ഒരു ചെറുപ്പക്കാരൻ ലഹരി അഡിക്ഷൻ ബാധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ കരച്ചിൽ കാണുന്നതാണ്. ഒടുവിൽ നമ്മളവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ് മോനെ ബോധ്യപ്പെടുത്തി ഘട്ടമായി അവനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കിട്ടുന്ന പരാതികൾ, ഞങ്ങൾക്ക് കിട്ടുന്ന ഇത്തരം വിവരങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ട് വെക്കുകയും അത് രക്ഷിതാക്കന്മാർക്കുള്ള കൗൺസിലിംഗ് ആയി കഴിഞ്ഞാലും മക്കൾക്കുള്ള കൗൺസിലിംഗ് ആയി കഴിഞ്ഞാലും വളരെ കൃത്യമായിട്ട് നമുക്ക് വിമുക്തി മിഷന് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലാ ആസ്ഥാനങ്ങളിൽ ടെലിഫോൺ കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട്, ജില്ലാ ആശുപത്രിയിലുണ്ട്, ഓരോ ജില്ലയിലും ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്, അവിടെ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, അവർക്ക് വേണ്ട ചികിത്സകരുണ്ട്, എല്ലാം സൗജന്യമായിട്ട് നൽകാൻ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ലക്ഷ്യം വെക്കുന്നു സമസ്ത മേഖലകളിലും വിമുക്തിയുടെ ആശയങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ നാടിന്റെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായ യുവത്വത്തെ ഒരിക്കൽ പോലും അസാൻമാർഗിക വഴിയിലേക്ക് നയിക്കാതെ നേരിന്റെ പാതയിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് വിമുക്തി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനകീയമായ അടിത്തറയും ജനകീയമായ പിന്തുണയും നമുക്ക് ലഭിക്കുന്നു. അതാണ് എന്റെ വാസ്തവം. താങ്കളുടെ വികാരാധീനനാകുന്ന ഒരു ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിമുക്തി മിഷന്റെ ടീം ഒരുപക്ഷെ ദിവസവും അഭിമുഖീകരിക്കുന്ന സത്യാവസ്ഥകളുടെ ഒരു ഗുരുതരാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ടു കൺക്ലൂഡ്, ഇത്രയും സംസാരിച്ചതിൽ നിന്ന് എനിക്ക് 1-2 അഭിപ്രായങ്ങൾ ഇവിടെ കേട്ടു. നമ്മള് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമീർ ഭായ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർവീസ്, കേരള സമൂഹത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ആയാലും കൗൺസിലേഴ്സ് ആയാലും ഈ പറഞ്ഞ പോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം ഉള്ള ആളുകളെ ഒന്ന് സല്യൂട്ട് ചെയ്യാണ്. കാരണം നമ്മള് ഒരു ടെലിവിഷൻ വാർത്തയിലൂടെ ഒരു തെറ്റ് കാണുമ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ കാണുന്നത്. പക്ഷെ കേരളത്തിലെ കോടിക്കണക്കിന് തെറ്റ് ചെയ്യാത്ത ആളുകൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ആ ഒരു നിമിഷം നമ്മൾ മറന്നു പോകരുത്. അതേപോലെ ഒരു പിടിക്കപ്പെടാത്ത 4 കേസുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിടിക്കപ്പെടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മറ്റു കേസുകളുണ്ട്.
അപ്പം ആക്ച്വലി നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളല്ല, നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ അഹോരാത്രം പണിപ്പെട്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അതിനെ നിലനിർത്താൻ വേണ്ടി പോവുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിന്റെ വഴികാട്ടികൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തെറ്റിനെയും ഒരു ദുശ്ശീലത്തെയും നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ ആരോ പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ തന്നെ ഒരു മദ്യപാനത്തിന്റെ സീൻ ഉണ്ടെങ്കിൽ പണ്ട് വീട്ടിലാരെങ്കിലും അച്ഛൻ വരുന്നുണ്ട്, അമ്മ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുപ്പിയും ഗ്ലാസ് ഒക്കെ എടുത്ത് ഓടുന്ന ഒരു സമൂഹമായിരുന്നു മുമ്പെങ്കിൽ. ഇന്ന് നമ്മള് സിനിമാ താരങ്ങളായാലും ആരായാലും കുടിക്കുന്നത് കണ്ട് അത് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥ, അത് മാനസികമായിട്ട് വന്നുള്ള ഒരു മാറ്റമാണ്. ആർക്കെങ്കിലും മദ്യപാനവും മറ്റു കാര്യങ്ങളും അവർക്ക് സ്വയം നിയന്ത്രിക്കാം എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് സമൂഹത്തിന് ഒരു പാഠമാകാതെ അവർക്ക് അവരുടെ വീട്ടിലിരുന്ന് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഈ തെറ്റായ ഒരു കാര്യവും ഗ്ലോറിഫൈ ചെയ്യാനുള്ളതല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെസ്സേജ്. അതേമാതിരി നമ്മുടെ ഈ സന്തോഷവും എൻജോയ്മെന്റും ഒക്കെ നടത്തുമ്പോഴും ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് പറ്റില്ല. കാരണം എല്ലാ കലയും ജീവിതത്തിന് വേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം നിലനിർത്താൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ആ നെറ്റ് കണക്ഷൻ നിലനിർത്താൻ വേണ്ടി. അപ്പൊ നമ്മൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ ഇന്റർനെറ്റ് ഒന്നും വേണ്ട, നമുക്ക് പാട്ട് മതി എന്ന് പറഞ്ഞ് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലഹരിയിൽ ഒരിക്കലും ഒഴുകിപ്പോവാതെ ഈ ലഹരിക്കിടയിലുള്ള യാഥാർത്ഥ്യങ്ങളോടുള്ള ഒരു ബോധ്യത്തെ ഉണർത്തുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലെ ബിന്ദു എന്ന് പറയുന്നു? അതാണിപ്പോ പറഞ്ഞാൽ തീരാത്ത, കേൾക്കുന്നവർ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു വിഷയമായിരുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഉറപ്പാണ് അദ്ദേഹത്തിനും പറയാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഒരുപക്ഷെ അനുഭവങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടാവും. ഒരുപക്ഷെ ഇതിനേക്കാൾ വിശാലമായ മറ്റൊരു വേദിയിൽ താങ്കളെ ഞങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ താങ്കളുടെ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇത് വിമുക്തി മിഷനോടൊപ്പം നിൽക്കുന്ന എത്രയോ അധ്യാപകരുണ്ടാവും, രക്ഷാകർതൃ സംഘടനകളുണ്ടാവും. ഇതൊരു വലിയ കൂട്ടായ്മയുടെ ഒരു വിശാലമായ ലോകമാണ്. അപ്പൊ അവരെ ഓരോരുത്തരെയും നമുക്ക് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേരാൻ മാത്രമാണ് നമുക്കിപ്പോ കഴിയുക. താങ്കളോടുള്ള ഞങ്ങളുടെ കടപ്പാട് ഈ പ്രേക്ഷകരുടെ ഒക്കെ പേരിൽ, സംഗീതമയ ജീവിതത്തിന്റെ പേരിൽ അറിയിച്ചു. അതോടൊപ്പം ഒരു കാര്യം കൂടെ, ഈ വിമുക്തി മിഷന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സഹായമോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് എഴുതി ചോദിക്കാം. നമ്മൾ സമീർ ഭായിയുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ബന്ധപ്പെട്ട ഏരിയയിലുള്ള ആളുകളുമായിട്ട് നമുക്ക് സഹായം ചെയ്തു തരാമെന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് താങ്കളുടെ ഒരു 4 വാചകം. അവസാനം നേരത്തെ അസീസ് സൂചിപ്പിച്ചതുപോലെ ലഹരിക്കുള്ളതല്ല ജീവിതം, ജീവിതമാകണം ലഹരി. ആ ഒരു കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ അതിൽ വലിയ ആ കൺസെപ്റ്റ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ ആ വാക്കിലൂടെ കംപ്ലീറ്റ് അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളൊക്കെ പിടിക്കപ്പെടുമ്പോൾ കാലിലെ ചുവപ്പ് മാറാത്ത ബാല്യങ്ങൾ, അവിടെ ചുണ്ടിനടിപ്പോൾ ലഹരിയുടെ കറുത്ത കഷ്ണങ്ങൾ, രാഷ്ട്ര നിർമ്മാണത്തിന് സജ്ജരാകേണ്ട വിദ്യാർത്ഥി സമൂഹവും ലഹരിയുടെ മഹാകയങ്ങളിൽ അകപ്പെട്ടു പോവാതെ അവരെ നേരിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ, ധാർമ്മിക ബോധമുള്ളവരാക്കാൻ, നന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ വിമുക്തി മിഷൻ ഇന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കും. അവസാനമായിട്ട് പറയാനുള്ളതാണ്, ലഹരിക്കുള്ളതല്ല ജീവിതം, ജീവിതമാകണം ലഹരി. അതാണ് അവസാനം. സമീർ ഭായി, തീർച്ചയായിട്ടും താങ്കള് മിഷൻ തുടരുക, സമൂഹത്തിന് വേണ്ടിയുള്ള ഈ സേവനം തുടരുക. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വളരെ മനോഹരമായിരുന്നു ശരിക്കും ഇന്നത്തെ ഈ സായാഹ്നം. പ്രത്യേകിച്ച് ആ ഒരു സന്ദേശം, ഇവരുടെ വിമുക്ത മിഷന്റെ ആ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ ജീവിതമാണ് ലഹരി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് ജീവിതം തന്നെ ലഹരി, ജീവിതമാകണം ലഹരി എന്നുള്ളതാണ്. സംഗീതത്തിലൂടെ സാധാരണ നമ്മൾ പറയുമല്ലോ, നമ്മൾ കൊക്കക്കോല കുടിക്കുന്നതും ഇളനീര് കുടിക്കുന്നതും ഉള്ളൊരു സുഖം ഇന്നൊരു ഇളനീര് കുടിച്ച പോലെ, കാരണം അത് ആരോഗ്യത്തിന് നല്ലതാണ്. വളരെ സന്തോഷം. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി.